ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മലായിക്കത്ത് ഇങ്ങനെ എത്തി നോക്കുന്ന രംഗത്തെ വിശദീകരിക്കുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്ര സമാനങ്ങളായ ചില സൗധങ്ങളുണ്ട്, ചില കെട്ടിടങ്ങളുണ്ട്. ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതിമഹത്തരമായ കാഴ്ചയാണ്. ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് നക്ഷത്രങ്ങളെ പോലെ, പ്രകാശങ്ങളെ പോലെ, സൂറത്തു നൂർ എന്ന പേരിൽ തന്നെ പറയുന്ന രൂപത്തിലുള്ള അതിമഹത്തായ ചില കെട്ടിടങ്ങൾ, ചില പ്രകാശം പരത്തുന്ന ചില ഗോപുരങ്ങൾ. ഏതാണത്? അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഭൂമിയിൽ എത്രത്തോളം ഭവനങ്ങളുണ്ടോ അത് അത്രയും ഭൂമിക്ക് പ്രകാശം നൽകുന്നതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ അടയാളപ്പെടുത്തുന്നത് അള്ളാഹു ലോകത്തിന് മുഴുവനും പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനും പ്രകാശമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക സാംസ്കാരികതയുടെ തുടക്കം എന്ന് പറയുന്നത് പള്ളികളിൽ നിന്നാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സമയം ആദ്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം അവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കലായിരുന്നില്ല. അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള സായുധമായ മുന്നേറ്റങ്ങളായിരുന്നില്ല, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നില്ല. പകരം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചെയ്യുന്നത് മദീനയുടെ വിശുദ്ധ ഭൂമിയിൽ തിളങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനം പണി കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അഥവാ ഒരു പള്ളിയിൽ നിന്നാണ് ഒരു നാടിൻ്റെ സംസ്കാരം, ഒരു നാട് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, ആ നാടിൻ്റെ ഉണർച്ച എങ്ങനെയാണ്, ആ നാടിൻ്റെ വികസനം എങ്ങനെയാണ് എന്ന് വേണ്ട ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അതിൻ്റെ അസ്തിത്വം തന്നെ ഉടലെടുക്കേണ്ടത് പള്ളികളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മദീനയിൽ നിർമ്മിക്കുന്നത് പള്ളിയാണ്. ആ പള്ളിയിൽ നിന്നാണ് തദ്രീസ് തുടങ്ങുന്നത്. അഹ്ലു സുഫ ആദ്യമായി ഇസ്ലാമിൻ്റെ ഒരു സംഘടിത രൂപത്തിലുള്ള ദറസി സംവിധാനം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുദരിസായി ആരംഭിക്കുന്നത് മദീനയിൽ നിന്നാണ്, മക്കയിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളികൾക്ക് ഇസ്ലാമിൽ വലിയ രൂപത്തിലുള്ള പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളികൾ എല്ലാ കാലത്തും മനോഹരമായിരിക്കുക, പള്ളികൾ എല്ലാ കാലത്തും അതിമനോഹരമായിരിക്കുക, അതെല്ലാ സമയത്തും ഹയാത്തായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളി എങ്ങനെയാണ് ജീവനുണ്ടാകുന്ന പള്ളിയാകുന്നത്? ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിക്കാം. പള്ളിയെ മനോഹരമാക്കുന്നതും നമ്മളാണ്, പള്ളിയെ ജീവനുള്ളതാക്കുന്നതും നമ്മളാണ്, പള്ളിയെ ജീവനില്ലാതെ ആക്കുന്നതും നമ്മളാണ്. എങ്ങനെയായാലും പള്ളികൾ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഭൂമി ലോകത്ത് നമ്മൾ ഏറ്റവും മനോഹരമായി സംവിധാനിക്കേണ്ട ഒന്നാണ്. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ അതിമഹത്തായ പള്ളി നിർമ്മിക്കുന്നു. ആ പള്ളിയെ പിന്നീട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഗവർണറായിരുന്ന സമയത്ത് മസ്ജിദുൻ നബവി നന്നായി അലങ്കരിച്ചിരുന്നു. ഒരുപാട് വിളക്കുകൾ അവിടെ വെക്കുന്നു, വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു. പിന്നീട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ തേക്ക് ഉപയോഗിച്ചുകൊണ്ട് മദീനയിലെ പള്ളികൾ നിർമ്മിച്ചിരുന്നു എന്നാണ്. തേക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മക്കയിലോ മദീനയിലോ തേക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ തേക്ക് ലഭിക്കുന്ന നമ്മുടെ കേരളം പോലത്തെ നാടുകളിൽ നിന്ന് തേക്കുകളെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് പോലും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതിമഹത്തരമായ പള്ളികൾ ഇങ്ങനെ മൂടി പിടിപ്പിക്കുമായിരുന്നു, അത് നന്നായിട്ട് ഉഷാറാക്കിക്കൊണ്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം സ്വഹാബത്തിന്റെ ഒരു ചരിത്രമായിരുന്നു. മഹാനായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഡമസ്കസിലെ സുപ്രസിദ്ധമായ മസ്ജിദുൻ നൂരി, ആ രാജ്യത്തിന്റെ അടയാളമായിരുന്നു അന്ന്, അത് വിപുലീകരിക്കുന്നതിന് വേണ്ടി വർഷാവർഷം ആ രാജ്യത്തിൻ്റെ ടോട്ടൽ റവന്യൂ അതിൻ്റെ 3 ഇരട്ടി മഹാനവറുകൾ അതിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 3 ഇരട്ടി സമ്പത്ത് അതിനുവേണ്ടി ചിലവഴിച്ചുകൊണ്ട് അത് മഹാനവറുകൾ അത് പുതുക്കിപ്പണിയുമായിരുന്നു എല്ലാ വർഷവും എന്നാണ്. ഇന്ന് മക്കയിൽ പോയാലും മദീനയിൽ പോയാലും നമ്മൾ കാണുന്ന അതിമഹത്തരമായ കാഴ്ചകളും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പള്ളികൾ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് പുരോഗതിപ്പെടുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സ്വരങ്ങൾ, അള്ളാഹുവിൻ്റെ ശബ്ദങ്ങൾ, അള്ളാഹ് എന്നുള്ള നാമങ്ങൾ ഉയരേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്ത്, വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും പറയും പള്ളി എന്തിനാണ് മൂടി പിടിപ്പിക്കുന്നത്?
പള്ളി എന്തിനാണ് മനോഹരമാക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? വലിയ അമ്പരച്ചുംബികളായ പള്ളികൾ വരുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ ആരും മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ടതാണ് എന്നുള്ളതല്ല. ഖിയാമത്ത് നാളിൻ്റെ അടയാളം മസീഹ് ദജ്ജാൽ വരൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളാണ്, യഅ്ജൂജ് മഅ്ജൂജ് വരൽ അതിൻ്റെ അടയാളാണ് എന്ന് വെച്ച് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അത് മോശപ്പെട്ട കാര്യമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഈസാ നബി വരുന്നത് നല്ല അടയാളമാണല്ലോ, മഹ്ദി ഇമാം പുറപ്പെടുന്നത് അത് നല്ല അടയാളമാണല്ലോ. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പള്ളികൾ ഉണ്ടാകുന്നു എന്നതൊരിക്കലും മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിൽ ധാരാളം വിളക്കുകൾ ഇങ്ങനെ കത്തിക്കുന്നു. പള്ളിയിൽ എവിടെ നോക്കിയാലും വിളക്കുകളാണ്, പ്രകാശങ്ങളാണ്. ഇത് കണ്ട സമയത്ത് മഹാനവറുകൾ ചിന്തിക്കുകയാണ്, ഇത് ശരിയല്ലല്ലോ, എന്തിനാണ് ഇത്രയധികം വിളക്കുകൾ പള്ളിയിൽ കത്തിച്ചു വെക്കുന്നത്? അതിനെ എതിർക്കണം എന്ന് കരുതിക്കൊണ്ട് മഹാനവറുകൾ മുന്നിട്ട് ചെല്ലുന്നു. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അന്യമതസ്ഥരായ കുറച്ചാളുകൾ പുറമെ നിന്നുകൊണ്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് പറയാണ്, എന്തൊരു ഭംഗിയാണ് ഈ പള്ളി കാണാൻ, ഇവരെത്രമാത്രം സംഘടിതമാണ്, ഇവരെ അത്ര പെട്ടെന്നൊന്നും നിസ്സാരമാക്കാനോ പരാജയപ്പെടുത്താനോ കഴിയൂല. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ പറയാണ്, ആ ഒരു ഇസ്സത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പള്ളികൾ ഇങ്ങനെ ഉഷാറായതുകൊണ്ട് അത്തരത്തിലൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്തയിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. എന്ന് വെച്ചാൽ പള്ളികൾ ഉഷാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുൻകാലത്ത് വലിയ ചില പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വീടാണ്, പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുൻകാലത്തുള്ള ആളുകളൊന്നും ഒരു നാട്ടിലുള്ള പള്ളിയേക്കാൾ മികച്ച ഭവനങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ല. ഒരു നാട്ടിൽ ഏറ്റവും മനോഹരമായിരിക്കേണ്ടത് ആ നാട്ടിലെ പള്ളികളായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ വീടുകൾക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ക്യാഷ് എത്രയാണ്? നമ്മുടെ വീടൊന്ന് പുതുക്കിപ്പണിയാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എത്രയാണ്? നമ്മൾ പള്ളിയിലേക്ക് എത്രയാണ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് മുൻകാലത്തെ ആളുകൾ ഒരു ശീലമാക്കിയിട്ട് പള്ളിക്ക് വലിയ വലിയ മുനാരങ്ങൾ പണിതു. എന്തിനാണ് അങ്ങനെ വലിയ വലിയ മുനാരങ്ങൾ പണിതത്? അങ്ങനെ ആകുമ്പോൾ പള്ളി ഒരിക്കലും വീടിൻ്റെ താഴെയാകില്ലല്ലോ, പള്ളി നോക്കുന്ന സമയത്ത് വീടിനേക്കാൾ ഉയർന്നു നിൽക്കുമല്ലോ എന്നുള്ളതാണ്. അതതിൻ്റെ ഒരു ഹിക്മത്താണ്. ഒരു നിലക്കും എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ വീട് പള്ളിയേക്കാൾ മനോഹരമാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വീടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെ ഒരു 10% നമ്മൾ പള്ളിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ വീട്ടിൽ എത്ര കാലം ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. വീട് ഈ ലോകത്തേക്ക് മാത്രമുള്ള കാര്യം. എന്നാൽ പള്ളികൾ എന്ന് പറയുന്നതോ നമ്മൾ മരണപ്പെട്ടാലും ഖബറിലേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ അടയാളങ്ങളല്ലേ നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് കാരണങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ പാടില്ല. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്നു, അടിയന്തരമായി ചില അറ്റകുറ്റപ്പണികൾ വീട്ടിൽ നടക്കണം, ഫണ്ട് നമ്മൾ ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? പള്ളിയിലേക്ക് നമ്മൾ ചോദിച്ചാൽ ഇപ്പോൾ അത് സാമ്പത്തികമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. അത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ ഒരു 10% നമ്മൾ ചുരുങ്ങിയത് പള്ളിയിലേക്ക് ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മഹത്തുക്കൾ നമുക്ക് കാണിച്ചത് അതിമഹത്തായ വഴിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി. അങ്ങനെ മദീനയിലേക്ക് എത്തി ഇവിടെ ഒരു പള്ളി നിർമ്മിക്കണം. എവിടെയാണ് നിർമ്മിക്കുന്നത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവി അത് നിർമ്മിക്കാനുള്ള സ്ഥലം ഇങ്ങനെ പരതിയപ്പോൾ വിശാലമായൊരു പ്രദേശം തിരു ഹബീബിന്റെ കണ്ണിലുടക്കുകയാണ്. ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആരുടേതാണ് ആ സ്ഥലം? അത് ബനൂ നജ്ജാർ ഗോത്രത്തിലെ 2 കുട്ടികളുടെ സ്ഥലമാണ്. ആ സ്ഥലം നമുക്ക് വേണം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആ സ്ഥലം മുഴുവനായി നമുക്ക് വേണോ? വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലും അളന്നുകൊണ്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഇത്രയും പ്ലോട്ടാണ് നമുക്ക് പള്ളി നിർമ്മിക്കാൻ വേണ്ടി വേണ്ടത്. അങ്ങനെ ഈ ഗോത്രത്തോട് സംസാരിച്ചു. ആരാണ് ചോദിക്കുന്നത്? ലോകത്തിന്റെ നേതാവാണ്. അവരുടെ മറുപടി, മനസ്സറിഞ്ഞ കൊണ്ടുള്ള മറുപടി, അങ്ങനെ അങ്ങക്കൊന്നും തരണ്ട, ഈ ഭവനം ഇവിടെ നിർമ്മിക്കാൻ ഈ സ്ഥലത്തിന് പാരിതോഷികമായി അങ്ങനെ അങ്ങക്കൊന്നും തരണ്ട നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം എനിക്ക് വേണ്ട. ഞാൻ ഈ സ്ഥലം പള്ളിക്ക് വേണ്ടി മേടിക്കുന്നെങ്കിൽ അത് നിങ്ങൾ പറയുന്ന വില കൊടുത്തിട്ട് മതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നതിന് 12 സ്വർണ്ണ നാണയങ്ങൾ ആ സ്ഥലത്തിന് വില കൽപ്പിക്കുന്നു. അങ്ങനെ സ്വഹാബത്ത് ഒരുമിച്ചിരിക്കുന്നു. ഈ 12 സ്വർണ്ണ നാണയം എവിടെ? മക്ക വിട്ട് മദീനയിലേക്ക് വന്നവരാണ്. സിദ്ദീഖുൽ അക്ബർ, ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ തങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ അടുക്കലുള്ള സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി ചിലവഴിച്ചവരുമാണ്.
പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം നടത്തിയ മുഹാജിറുകളാണിവർ. കയ്യിലൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. എങ്ങനെ നമ്മൾ ഈ 12 സ്വർണ്ണ നാണയം കണ്ടെത്തും? സ്വഹാബത്തിൽ പലരുടെയും മുഖം താഴ്ന്നു. എന്ത് കാരണം? ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, ഉണ്ടായിട്ട് കൊടുക്കാത്തതല്ല, ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നത് തങ്ങളവിടെ കുറച്ചപ്പുറത്ത് പ്രിയപ്പെട്ട ഉപ്പയായ അബൂ ഖുഹാഫ, ആ അബൂ ഖുഹാഫക്ക് ഒരു ടെന്റ് കെട്ടിക്കൊണ്ടൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ആ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ് ആ വീട്ടിലേക്ക് പോകുന്നത്? സിദ്ദീഖുൽ അക്ബറുടെ മൂത്ത മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വരുമ്പോൾ സിദ്ദീഖുൽ അക്ബറുടെ പ്രിയപ്പെട്ട മകളായ അസ്മാ ബീവി ഗർഭിണിയാണ്. ആ ഗർഭിണിയായപ്പോൾ അതിൻ്റെ ചിലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപ്പയായ അബൂ ഖുഹാഫയുടെ കയ്യിൽ അല്പം പണം കൊടുത്തിരുന്നു, ആ പ്രസവാനന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ. യാത്ര പോകുമ്പോൾ വീട്ടിലുള്ള ചിലവുകളൊക്കെ കണ്ടിട്ട് വേണം പോകാൻ, അതൊരു മാതൃക കൂടിയാണ്. അങ്ങനെ അല്പം പണം കൊടുത്തിരുന്നു. അങ്ങനെ പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത് വന്നതിൽ അസ്മാ റളിയല്ലാഹു തആല അൻഹ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മദീനയിൽ എത്തുന്നു. അസ്മാ ബീവി പ്രസവിക്കുന്നു. ആ കുഞ്ഞിന് സയ്യിദുൽ ബഷർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ള എന്ന പേര് വിളിക്കുന്നു. ആ കുട്ടിക്ക് മധുരം കൊടുക്കുന്നു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അസ്മാ ബീവിയുടെ പ്രസവത്തിനുള്ള ചെലവിന് കാര്യമായിട്ടുള്ള പണമൊന്നും ആവശ്യമായി വന്നില്ല. അങ്ങനെ ഉപ്പയോട് പോയി ചോദിക്കുന്നു, ഈ പണം എവിടെ? അങ്ങനെ വീട്ടിലൊക്കെ തിരഞ്ഞ് തലയിണയുടെ താഴെ നിന്ന് അതിലുള്ള പണം കൊണ്ടുവരുന്നു. 12 സ്വർണ്ണ നാണയം കൊണ്ടുവരികയാണ്. 10-12 സ്വർണ്ണ നാണയം കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതങ്ങ് സ്വീകരിക്കണം. മദീനയിലുള്ള ഈ ഭവനവും സിദ്ദീഖിന്റെ സമ്പത്തിൽ നിന്നാവട്ടെ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വറുതിയുടെ കാലമായിരുന്നു. മദീനയിലേക്ക് എത്തിയ കാലം, ആവശ്യത്തിന് തിന്നാനും കുടിക്കാനൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഇതും സിദ്ദീഖിന്റെ പേരിലാകണം. അങ്ങനെ ആ സ്ഥലം കൊണ്ട് ആ പണം കൊണ്ട് സ്ഥലം മേടിക്കുന്നു, പണി ആരംഭിക്കുന്നു. ഇന്നത്തെ പോലെ എഞ്ചിനീയർ ആവശ്യമില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റിന്റെ ആവശ്യമില്ല, പണി തുടങ്ങുന്നു. അങ്ങനെ പണി തുടങ്ങുന്ന സമയത്ത് അൻസ്വാറുകളും മുഹാജിറുകളും ഒരുമിച്ച് ചേരുന്നു. ചില ആളുകളെല്ലാം ഈന്തപ്പനയുടെ വലിയ തടികൾ എടുത്തുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോകുന്നു. മറ്റു ചില ആളുകൾ അതിൻ്റെ മടൽ, അതിൻ്റെ ഇലയൊക്കെ എടുത്ത് അത് മേൽക്കൂര ഉണ്ടാക്കുന്നു. അങ്ങനെ അമ്മാർ തങ്ങളടക്കമുള്ളവർ ഈന്തപ്പനയുടെ വലിയ തടി തങ്ങളുടെ ചുമരിലേറ്റി ഇങ്ങനെ നടന്നു വരികയാണ് മദീനയിൽ മസ്ജിദ് നബവി നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക്. അവിടേക്ക് എത്താനുള്ള സമയത്ത് അമ്മാർ തങ്ങളുടെ തോളിലുള്ള തടി താഴേക്കിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് അമ്മാർ തങ്ങൾ. കൂടെയുള്ളവരും കരയുന്നുണ്ട്. എന്തിനാണ് കരയുന്നത്? കരയുന്നത് വേറെ ഒന്നിനുമല്ല, മുന്നിലോട്ട് നോക്കുമ്പോൾ ലോകത്തിന്റെ മുഴുവനും സൗന്ദര്യം മുഴുവനും കേന്ദ്രീകരിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പരിശുദ്ധമായ പൂമേനി, അവിടുന്ന് ചുവപ്പ് കലർന്ന വെള്ള നിറമായിരുന്നല്ലോ. ആ നിറത്തിലാകമാനം ചളി പുരണ്ടിരിക്കുന്നു. അവിടുത്തെ കൈകളിൽ മുഴുവനും ചളിയാണ്, അവിടുത്തെ കമീസിൽ മുഴുവനും ചളിയാണ്. എന്താണ് എൻ്റെ തങ്ങൾ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണ് കുഴച്ചുകൊണ്ട് കട്ടയുണ്ടാക്കി, ആ കട്ട ഒരു കുട്ടയിലാക്കിക്കൊണ്ട് അത് ചുമക്കുകയാണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അമ്മാർ തങ്ങൾ പിടച്ചുപോയി, സ്വഹാബത്ത് പിടച്ചുപോയി. കാരണം അവർ ബദറിന്റെ രണാങ്കണത്തിൽ നിന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് തറക്കുന്നത് ഇഷ്ടമല്ല, ഒരു ഈച്ച വരുന്നത് ഇഷ്ടമല്ല, അവിടുത്തെ ശരീരത്തിൽ ഒരു മണ്ണ് പറ്റുന്നത് ഇഷ്ടമല്ല. അങ്ങനെ റസൂലുള്ളാഹിനെ താഴത്തും തലയിലും വെക്കാതെ നോക്കി നടന്നവർ അവരാണല്ലോ സ്വഹാബത്ത് എന്ന് പറയുന്നവർ. അവർക്ക് റസൂലുള്ളാഹിന്റെ കൈകാലുകളിൽ ശരീരങ്ങളിൽ മണ്ണ് പിടുന്നത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല, അവരുടെ ഹൃദയം പിടഞ്ഞുപോയി. അവർ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, അങ്ങെന്താ ചെയ്യുന്നത്? ഞങ്ങളോടൊന്നും മിണ്ടിയാൽ, ഒന്ന് മൂളിയാൽ ഞങ്ങൾ ചെയ്യുമല്ലോ യാ റസൂലല്ലാഹ്. അങ്ങയുടെ ഈ കൈകളിൽ അള്ളാഹുവിനെ കണ്ട അങ്ങയുടെ ഈ മുഖങ്ങളിൽ മണ്ണായിരിക്കുക യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് സഹിക്കൂല നബിയെ, ഞങ്ങൾ ചെയ്തുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റത്തില്ല, ഞാൻ തന്നെ ചെയ്യും. അമ്മാർ തങ്ങൾ പറയാ, റസൂലുള്ള പറ, പണി തീരണ്ടേ, നമുക്ക് പെട്ടെന്ന് നിസ്കരിക്കണ്ടേ. ഉടനെ തന്നെ അമ്മാർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 കൊട്ട എടുക്കാം, ഒന്ന് എൻ്റെ കൊട്ടയും ഒന്ന് അങ്ങയുടെ കൊട്ടയും, എന്നാലും അങ്ങ് അവിടെ ഇരുന്നാൽ മതി, അങ്ങ് ചെയ്യേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ശ്രദ്ധേയമാണ്. യാ അമ്മാർ, നീ എൻ്റെ കൊട്ടയെടുത്താൽ
നീ 2 കൊട്ടയെടുത്തു, 3 കൊട്ടയെടുത്തു, നിന്റെ ഖബറിൽ അതിൻ്റെ വെളിച്ചമുണ്ട്. ഞാനൊന്നും ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് എൻ്റെ ഖബറിൽ ഇതിൻ്റെ വെളിച്ചമുണ്ടാകുന്നത്? അതുകൊണ്ട് നിർബന്ധമായും എനിക്കെൻ്റെ ഖബറിൽ ഇതിൻ്റെ പ്രകാശം വേണം. ആരാണ് പറയുന്നത്? സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് പറയുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകളെ കൊണ്ട് നിർമ്മിച്ചെടുത്ത പള്ളിയാണ് മദീനയിലെ വെള്ളക്കൊട്ടാരമായി നിൽക്കുന്ന മസ്ജിദുൻ നബവി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പള്ളി നിർമ്മിക്കേണ്ടത് ജമാഅത്തിൻ്റെ ഭാരവാഹികളല്ല, ഈ പള്ളി നിർമ്മിക്കേണ്ടത് അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയല്ല, ഈ പള്ളി നിർമ്മിക്കേണ്ടത് നമ്മളാണ്. ഞാനും നിങ്ങളും ചേർന്ന് കാഞ്ഞിരക്കാട് മുസ്ലിം ജമാഅത്തിലുള്ള മുഴുവൻ ആളുകളുമാണ്. ഒരാൾ ഈ പള്ളി നിർമ്മിക്കാൻ എത്ര പൈസയാണോ വേണ്ടത്, ആ പൈസ മുഴുവനും ഞാൻ തരാം എന്നൊരാൾ വന്ന് പറയുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ പള്ളി നിർമ്മിക്കുന്നതിനാണ്. ഇവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടണം. എത്ര ജനാസകളാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ച് പടിയിറങ്ങിപ്പോയത്. നാളെ ഇവിടെ കിടക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളി മനോഹരമായിരിക്കണം, നമ്മുടെ പള്ളി ഏറ്റവും മനോഹരമായിരിക്കണം. അതുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിക്കാർ, നിർമ്മാണത്തിൻ്റെ ഭാരവാഹികൾ വന്നുകൊണ്ട് നമ്മളോട് വഴന്നു പറയേണ്ട ആവശ്യം ഉണ്ടാവാൻ പാടില്ല. നമ്മളോട് അവർ പറയാണ്, പള്ളിയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 50,000 കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ 1 ലക്ഷം കൊടുക്കണം. എന്നിട്ട് 50,000 ഇപ്പം പിടിച്ചോ, ബാക്കി ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തി കൊടുക്കണം. കാരണം പള്ളി നിർമ്മാണവും അതിൻ്റെ പൂർത്തീകരണവും എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്, എൻ്റെ ഖബറിലേക്കാണ്, നിങ്ങളുടെ ഖബറിലേക്കാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അൽഹംദുലില്ലാഹ് 4 വർഷം മുമ്പ് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിരുന്നു. അന്നൊരുപാട് ആളുകൾ സംഖ്യകൾ ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അതുപോരാ, കാരണം ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടി, എല്ലാത്തിനും വില കൂടിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കമ്പിയാണെങ്കിലും മെറ്റലാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും ഒക്കെ വില കൂടി. അപ്പം ആ സംഖ്യയിൽ കൂടി കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ഏൽക്കാത്ത ആളുകളൊക്കെ പ്രത്യേകം അത് ഏൽക്കുകയും ചെയ്യുക. എന്തായാലും ഇന്ന് ജുമുഅയ്ക്ക് ശേഷം അതിൻ്റെ തറക്കല്ലിട്ട് നമുക്കത് തുടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. ഇവിടെ വന്നിട്ട് ആ പില്ലർ ശരിയായില്ലല്ലോ, ആ കമ്പി ശരിയായില്ലല്ലോ എന്നുള്ളതല്ല, വെള്ളം നനവ് കിട്ടിയില്ലല്ലോ എന്നുള്ളതല്ല. നമ്മളും ആ രൂപത്തിലേക്ക് ഇറങ്ങുക. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നന്നായിട്ട് തന്നെ നമ്മൾ ആ രൂപത്തിലേക്ക് ഇറങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.